സ്നേഹമുള്ള എൻ്റെ കൂട്ടുകാരോട് ഇന്ന് ഞാൻ കസ്റ്റാർഡ് ആപ്പിളിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ, മറന്നുപോലെ. അല്ലാത്തവർ ലൈക്കും കമൻറ്റും ഒക്കെ എനിക്കിടണം. ഇത് ഞാൻ ഈ ഫോട്ടോ വീഡിയോ പിടിച്ചപ്പോൾ തന്നെ ഇങ്ങനെയാണ് വന്നത്. കാരണം ഇത് ഡ്രമ്മിലെ കൃഷിയല്ല, ഞാൻ വീടിനോട് ചേർന്ന് വെച്ചിരിക്കുന്ന ഒരു ചെറിയ മരമാണ്. അപ്പോൾ അത് ഇച്ചിരി ഉയരത്തിൽ കിളിച്ചുകൊണ്ട് ഈ ഫ്രൂട്ട്സൊക്കെ കിളിച്ചുകൊണ്ട് നമുക്ക് പൊക്കത്തിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് ഒടിച്ചെടുത്ത് പറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ കോഴിക്കൂടിൻ്റെ സൈഡിലാണ് ഇത് വളരുന്നത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ചാണകത്തിൻ്റെ ആവശ്യം വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല വളം കിട്ടി, നല്ല ഫലം കിട്ടുന്നുണ്ട്. ഇത് കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയും. ഈ കസ്റ്റാർഡ് ആപ്പിൾ വെച്ച് നമുക്കറിയാമല്ലോ, മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം, അതുപോലെ പല പുഡിങ്സ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഇതിന് ഐസ്ക്രീം ഉണ്ടാക്കാം. ഇതിൻ്റെ ബെനിഫിറ്റ്സും കാര്യമൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിന് സൂര്യപ്രകാശം വേണം. മതിലിനോട് ചേർത്തൊക്കെ ഉള്ളവർ അത്യാവശ്യം ഒരു സീതപ്പഴം വെക്കുന്നത് നല്ലതാണ്. എല്ലാ മണ്ണിലും, കേരളത്തിലെ എല്ലാ മണ്ണിലും വളം ഇല്ലാത്തടത്തും വളം ഉള്ളിടത്തും നടാൻ പറ്റും. വളം ഉള്ളിടത്താകുമ്പം കുറച്ചുകൂടെ നല്ല വിളവ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ എല്ലാ ഫ്രൂട്ട്സിനും ഉപയോഗിക്കുന്നത് നൈട്രജൻ വളങ്ങൾക്ക് ചാണകമാണ്. ട്രക്കോഡർമ ചേർന്ന ചാണകമാകുമ്പോൾ നൈട്രജൻ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. പിന്നെ പൂക്കുന്ന സമയമാകുമ്പോൾ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഞാനൊരു സ്പ്രേ അടിക്കുമെന്ന് പറഞ്ഞു. അതിനകത്ത് ഫോസ്ഫറസും പൊട്ടാഷ്യം വരുന്നുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ അത് കിട്ടുന്നില്ലെങ്കിൽ NPK ഉപയോഗിക്കാം. അതിനകത്ത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം ഉപയോഗിക്കാം, അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഞാനൊരു തമിഴ്നാട്ടിൽ ടൂറിന് പോയപ്പോൾ അവർ പറഞ്ഞു നൈട്രജൻ നമുക്ക് 250 ഗ്രാമും വേണം, അതുപോലെ തന്നെ പൊട്ടാഷ് 125, അതുപോലെ തന്നെ ഫോസ്ഫറസ് 125 ഗ്രാം വേണമെന്ന് അവർ പറഞ്ഞിരുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 6 മാസം കൂടുമ്പോൾ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ഇത് ചെയ്ത് കൊടുത്താൽ നല്ല വിളവ്, ഇതിനെന്നല്ല ഏത് ഫ്രൂട്ട്സിനും അതിൻ്റേതായ വിളവ് ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞു തന്നുകൊണ്ടാണ് നമുക്കിത് അറിയാവുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് കീടങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിനകത്ത് ഈ ആപ്പിൾ ഉണ്ടായതിന് ശേഷം, കസ്റ്റാർഡ് ആപ്പിൾ ഉണ്ടായതിന് ശേഷം കുറച്ച് വെള്ളപ്പൊടി പോലെ മുഞ്ഞ പോലൊക്കെ കാണും നമ്മൾ എടുക്കാൻ പോകുമ്പോൾ. അത് വരാതിരിക്കണമെങ്കിൽ വേപ്പെണ്ണ പിന്നെ മിശ്രിതം, അത് ഞാൻ എല്ലാ ഫ്രൂട്ട്സിനും അടിക്കുന്ന നീം സ്പ്രേ ആണ്, അതിനൊന്നും അടിച്ചു കൊടുക്കുന്നത്. പക്ഷേ അതില്ലെങ്കിൽ നിങ്ങൾക്ക് വേപ്പെണ്ണയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയുമായിട്ട് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അന്നേരം നമുക്ക് ബാക്കിയുള്ള കീടങ്ങളൊന്നും ഇതിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ നമ്മൾ വർഷത്തിൽ 2 തവണ അതിൻ്റെ വിളവ് കിട്ടും. അത് നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു ഫ്രൂട്ട്സാണ് ഇത്. എല്ലാവരും വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം, കാരണം ഇതിൻ്റെ ഗുണം നല്ലതാണ്. പ്രമേഹ രോഗമുള്ളവർക്ക് ഒരു ദിവസം ഒരു ഫ്രൂട്ട്സ് കഴിക്കുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഓരോ പിള്ളേർക്കൊക്കെ ഡയറ്റീഷ്യന്മാർ ഇതിൻ്റെ ഫ്രൂട്ട്സൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാനിതിൻ്റെ ടിപ്സ് കേട്ടിട്ടുണ്ട്. കൊളസ്ട്രോൾ 0 ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ഷുഗറുകാർക്ക് കഴിക്കാൻ നല്ലതാണ്. അതിനകത്ത് തന്നെ കൊബൈലമ എന്ന് പറഞ്ഞൊരു സാധനം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കാല് കഴുപ്പിന് നല്ലതാണ്. അപ്പോൾ പ്രമേഹ രോഗികൾ ഒരു കൊച്ചൊരെണ്ണം ഒരു ദിവസം ഒരു ആപ്പിൾ അത് കിട്ടുന്ന മുറയ്ക്ക് കൊടുക്കുവാണെങ്കിൽ അവർക്ക് നല്ലതായിരിക്കും. നമുക്കൊക്കെ പിന്നെ എത്ര കഴിച്ചാലും അൾസർ ഉണ്ടാകത്തില്ല. എന്നാലും എന്ത് സാധനം അമിതമായി കഴിക്കരുതെന്നല്ലേ. അപ്പോൾ അൾസർ ഉള്ളവർക്ക് ഇത് കഴിക്കാം. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻ്റ് ഇതിനകത്ത് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്, ഡോക്ടേഴ്സ് പറഞ്ഞ് നമുക്കറിയാം. അത് കണ്ണിന് നല്ലതാണ്. മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് ഒരുപാട് ഐറ്റംസ് അതിനകത്ത് കാണുമല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഇത് കൊടുക്കാം. കുഞ്ഞുങ്ങൾ കഴിക്കാൻ നോക്കണം. അതെടുത്ത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഷെയ്ക്കായിട്ട് അടിച്ചു കൊടുക്കണം. ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കും. അതുപോലെ തന്നെ രോഗപ്രതിരോധത്തിന് സൂപ്പറാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ മെഡിസിൻ ഡോക്ടറൊക്കെ പറഞ്ഞാൽ BP കുറയ്ക്കാൻ നല്ലൊരു ഐറ്റംസാണ് ഇത്. അതുപോലെ തന്നെ ഫൈബറുണ്ട്. അപ്പോൾ ഇത് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നല്ലൊരു റീഫ്രഷ്നെസ്സാണ്, മൂഡ് ചേഞ്ചിങ്, ഹാപ്പിനെസ്, ഇതൊക്കെയാണ് നല്ല ഇതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഇത് നമുക്ക് കിട്ടുവാണെങ്കിൽ ജ്യൂസ് അടിക്കണം. വെളിയിൽ വെച്ചിരുന്നാൽ പെട്ടെന്ന് അങ്ങ് പഴുക്കും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 3 ദിവസം നമുക്കത് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എന്ത് സാധനവും അമിതമായി കഴിക്കരുത്. പക്ഷേ അത് എടുത്ത് നമ്മൾ ഉപയോഗിക്കുക, എല്ലാവർക്കും കൊടുക്കുക. അതുപോലെ തന്നെ ഇതിന് നമുക്ക് വർഷത്തിൽ 2 പ്രാവശ്യം വിളവ് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഇപ്പം നല്ല നഴ്സറികളിലൊക്കെ നല്ല തൈകൾ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്കൊന്ന് വെച്ചാൽ ഒരു ഫ്രൂട്ട്സ് ആയില്ലേ. അപ്പോൾ ഇപ്പം തന്നെ ഫ്രൂട്ട്സിനൊക്കെ എന്തുമാത്രം വിലയാണ്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ തോന്നില്ലേ ഒന്ന് വെക്കണം എന്നൊക്കെ. ഞാനും ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ കായ്ച്ച് കിടക്കുന്ന കാണുമ്പം എൻ്റെ വീട്ടിൽ ഇതുണ്ടായിരുന്നേ കൊള്ളായിരുന്നു. എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പം പിള്ളേർ സ്കൂളിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ ഓടി വന്നൊരു ഫ്രൂട്ട്സൊക്കെ പറിക്കണം, അങ്ങനെയൊക്കെ ഒരു സ്വപ്ന വീടായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുപോലെ പടച്ചതമ്പുരാൻ എനിക്കത് സാധിച്ചു തന്നു. വീടും അതിന് ചുറ്റും
പൂന്തോട്ടവും കുറച്ച് ഫലവൃക്ഷങ്ങളും കാര്യങ്ങളും കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളപ്പം ചെന്ന് ഓരോന്നൊക്കെ പറിച്ച് കഴിക്കുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതോടൊപ്പം നമുക്ക് മനസ്സിന് സന്തോഷം തരുമ്പോൾ നമ്മൾ ദൈവത്തെ കൂടുതൽ ഓർക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ കുരു എന്ന് പറഞ്ഞാൽ നമുക്ക് പായ് കിളിപ്പിക്കാം. പായ് പെട്ടെന്ന് ഇത് കിളിക്കും. എയർ ലെയറിങ് ചെയ്യാം, അതുപോലെ തന്നെ ഗ്രാഫ്റ്റിങ് വഴി ഉണ്ടാക്കാം. പക്ഷേ ഇതൊന്നും മെനക്കെടാൻ പോകണ്ട. നമുക്ക് കുരുവിട്ട് മുളപ്പിച്ചാൽ തന്നെ കറക്റ്റ് 1.5 വർഷം ആകുമ്പോഴേ കിളിച്ചു തുടങ്ങും. സത്യത്തിൽ ഇത് 3 വർഷം ആകുമ്പോഴത്തേന് കായ്ഫലമായി തുടങ്ങും. അപ്പോൾ ദിവസവും നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. അതെടുത്ത് നമുക്ക് ജ്യൂസ് അടിക്കാം. അതാണ് മെയിൻ ഇത്. ഞങ്ങളാണ് എപ്പോഴും ജ്യൂസ് അടിക്കും കേട്ടോ. അതുകൊണ്ട് ഇത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് അടിക്കണം. എൻ്റെ ജ്യൂസ് ഞാൻ പിന്നീട് വീഡിയോയിൽ ഇടുന്നതാണ്.